പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതും ആകുന്നു. നമുക്ക് സൗഖ്യവും ആരോഗ്യവും സന്തോഷവും ഒക്കെ ലഭിക്കുവാൻ ഏറ്റവും പ്രയോജനവും ആകുന്നു. നമുക്ക് എന്തെല്ലാം നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നന്മയായിട്ടുള്ളതെല്ലാം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവവചനത്തോട് നമ്മൾ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും നമ്മൾ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പഠിച്ച് ശ്രമിച്ചു പോരുകയായിരുന്നു. അത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണല്ലോ. യേശുക്രിസ്തു നെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നത്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കൃത്യമായിട്ട് പറയുമ്പോൾ വചനത്തിൽ തെറ്റില്ലാത്തത് കൊണ്ട് നമുക്കത് ഏറ്റെടുക്കുന്നതല്ലേ നല്ലത്. നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ ആർക്കും കാണാൻ പറ്റുകയില്ല. അദൃശ്യൻ, മനുഷ്യർക്ക് ആർക്കും കാണാൻ പാടില്ലാത്തവനും സർവശക്തനും സർവ്വവ്യാപിയും എന്നൊക്കെ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ദൃശ്യമായി കാണത്തക്ക വിധം ഉള്ളവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ സകല സൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. ആദിജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനപ്പുറത്ത് ധാരാളം മക്കൾ വേറെ ഉണ്ട്. ആദ്യമായി ജനിച്ച മകൻ എന്നാണ് ആദിജാതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആദ്യത്തെ സന്തതി എന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ മകൻ എന്ന്. അതിനപ്പുറത്ത് മക്കൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആദിജാതൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളറിയാം, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭമാണ് യേശു. അപ്പം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തിനാണ് അതിനെ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തു സൃഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കും ബൈബിളിലില്ല. എങ്കിലും യേശുക്രിസ്തുവിന് മുഖാന്തരമാണെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം, 16-ാം വാക്യം: സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടമാണെന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരവും, യേശുക്രിസ്തുവിനായിട്ട്. മുഖാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ മറ്റൊരുത്തരാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അർത്ഥം. നമ്മളെ തന്നെയും ദൈവം പല കാര്യങ്ങൾക്കും മുഖാന്തരമായി ഉപയോഗിക്കുന്നില്ലേ? ഒന്നോർത്ത് നോക്കി, മുഖാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടമാണെന്ന് അർത്ഥമില്ല. എന്നാൽ യേശുവിനെ കൂടാതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം സകലതും യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ. യേശുവിനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവം വേറെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ആകാശമോ ഭൂമിയോ സൂര്യനോ ചന്ദ്രനെയോ ഒന്നിനും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടിയുടെ ആരംഭം എന്ന് തന്നെയാണ് ഇവിടെ മാത്രമല്ല, ഒരുപാടിടത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സകല സൃഷ്ടിയുടെ ആരംഭമാണ്. സകലത്തിന് മുമ്പേ ഉള്ളവനും സകലത്തിൻ്റെയും ആധാരവും ആയിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ന്റെ 15 വാക്യങ്ങൾ നമ്മൾ ബൈബിളെടുത്ത് വെച്ച് വായിച്ച് അറിയാമല്ലോ. അപ്പം ഒരു വാക്കും തിരിച്ചിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വീണ്ടും ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകൊണ്ട്, മക്കളാരാന്നറിയാമോ? ദൈവത്തന്മാരായ നമ്മളൊക്കെയാണ്.
മക്കൾ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാരുണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചല്ലോ, പഠിച്ചല്ലോ. അതുകൊണ്ട് മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ട് കൂടിയവനായതുകൊണ്ട് യേശുക്രിസ്തുവും ഞാൻ മക്കളെ ജനിപ്പിച്ച നമ്മൾ, അപ്പൻ പിതാവ്, അതായത് യേശു പിതാവാണ്. അവനും എന്ത് ചെയ്തു? യേശു നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, ഈ മാംസം രക്തമുള്ള ശരീരം ആയെന്ന് വീണ്ടും പറയാണ്. യേശു ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനായിട്ടല്ലല്ലോ യേശു ലോകത്തിൽ വന്നത്, അബ്രഹാമിൻ്റെ സന്തതികളെ സംരക്ഷണം ചെയ്യാനായിട്ട് അത്ര വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കരുണയുള്ളവനും സകല ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകിയാൽ സകലത്തിലും സഹോദരന്മാരായ നമ്മോട് അവൻ സദൃശനാകേണ്ടത് ആവശ്യമായിരുന്നു. അവൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവൻ കഴിവുള്ളവനുമാണ്. അവൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്ന യേശുക്രിസ്തു ആകുന്ന നമ്മുടെ പിതാവ് എന്നാണ്. അപ്പം യേശു ഇവിടെ പിതാവാകുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് നിത്യപിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ആ നിത്യപിതാവ് സ്വർഗസ്വനായ പിതാവല്ല, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാരുണ്ടായത്. ഇന്നുവരെ യേശുക്രിസ്തുവിൽ നിന്നല്ലാതെ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രന്മാരുടെ ജനിച്ച കാരണത്താൽ സ്വർഗത്തിൽ സ്ത്രീകളില്ല കേട്ടോ. അത് ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ സ്ത്രീകൾ ഇല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ മാത്രമേ ഇതുള്ളൂ. ഇപ്പം നമ്മൾ ദൈവപുത്രന്മാരായി ജനിക്കുന്ന സ്വർഗത്തിൽ ദൈവപുത്രന്മാരായി ദൈവവചനത്താൽ ജനിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ക്രിസ്തുവിൽ ജനിക്കുന്നത് ഇതാണ്. ക്രിസ്തുവിനെ ദൈവവചനമെന്നാണ് പേര്. ദൈവവചനമെന്നാണ് പേര്. ദൈവത്തിൻ്റെ പുത്രന്മാരായി ജനിക്കുന്ന ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കപ്പെടുകയും അനുയോജ്യമായി യോഗ്യതയുള്ള ഹൃദയവയലിലാണെങ്കിൽ അത് മുളച്ച് വളരും. യോഗ്യമായിട്ടുള്ള പരിചരണങ്ങളും അതിന് വേണ്ടുന്ന സംരക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വളർന്ന് ദൈവത്തിന് പ്രസാദിച്ച വിധത്തിലുള്ള നല്ല പ്രവൃത്തി ചെയ്യാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുക. ദൈവത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ലോകത്തിലുള്ള എന്തിനും വിത്തുണ്ട്. വൃക്ഷങ്ങൾക്കെല്ലാം വിത്തുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് മുളച്ച് വളർന്ന ഏത് വൃക്ഷത്തിൻ്റെ വിത്താണോ അത് മുളച്ച് വന്നു കഴിയുമ്പോൾ ആ വൃക്ഷം പോലെയാവും. മൃഗത്തിൻ്റെ ആണെങ്കിലും ജീവികളുടെ ആണെങ്കിലും മറ്റേത് ജീവികളുടെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും വിത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്, നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണല്ലോ സന്തതി ഉണ്ടാകുന്നത്. മനുഷ്യരിൽ നിന്നാണെങ്കിലും മനുഷ്യൻ്റെ വിത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നമുക്കറിയാം പുരുഷൻ്റെ ബീജത്തിൽ നിന്നാണ് സ്ത്രീയിൽ കൂടെ സന്തതി ജനിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വിത്ത് എന്ന് യോഹന്നാന്റെ സുവിശേഷം ഈ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാരും ഒരിക്കലും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിത്ത് അവനിരിക്കുന്നു. ഒന്നത്. 2, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവവചനം വിത്ത് എന്നത് ദൈവവചനമാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റും പറയും ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് യോഗ്യമായ ഹൃദയത്തിൽ വീഴണം. അത് അനുയോജ്യമായ സ്ഥലത്ത് വീണ് വളർന്നാൽ. അതുകൊണ്ടാണ് ഈ അകത്ത് ഇങ്ങനെയാണ് ദൈവപുത്രന്മാരുണ്ടാകുന്നത്. ആ ദൈവപുത്രന്മാർ നമ്മുടെ ഉള്ളിൽ വളരണം. പഴയ മനുഷ്യൻ പാപം ഉള്ള ലോകത്തിൻ്റെ മോഹങ്ങളാൽ
വശീകരിക്കപ്പെട്ട ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ സകല ദോഷപ്രവൃത്തിയും ചെയ്യാൻ പ്രവണതയുള്ള ആ പഴയ മനുഷ്യനെ പൂർണ്ണമായി നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് നമ്മുടെ അകത്തെ ദൈവവചനത്താൽ ജനിച്ച അകത്തെ മനുഷ്യൻ നമ്മൾ ശക്തിപ്പെടണം. അവന് ഒരു കളങ്കവും ഇല്ല, ഒരു തിന്മയും ഇല്ല. വെറുപ്പ്, ദ്വേഷമോ, പകയോ, വൈരാഗ്യമോ, നിരാശയോ, അത്യാഗ്രഹമോ ഒന്നുമില്ലാത്ത ഒരു ദൈവമനുഷ്യൻ നമ്മൾ വളർന്നു വരും. അതാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. അതിനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലോട്ട് വന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് ഗ്രഹിക്കാം. ഒരു വാക്ക് പോലും വള്ളിപൊള്ളി മാറ്റമില്ലാതെ സംസാരിക്കുമ്പോൾ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിശ്വസിക്കുകയും ധരിക്കുകയും ചെയ്തു എന്ന് കരുതി നമ്മൾ ഇനി തെറ്റായിട്ട് വിശ്വസിക്കണമെന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്താണെന്ന് പറഞ്ഞാലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ജാതിക്ക് വേണ്ടിയല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു മനുഷ്യനും വേണ്ടിയല്ല ഈ വചനം ഇങ്ങനെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം, ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചിട്ട് അത് നിഷ്പക്ഷമായി പറയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യനെ എൻ്റെ കൂടെ കൂട്ടാനുമല്ല, കൂടണമെന്നുമില്ല, കൂടണ്ട എന്നുമില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കൃത്യമായിട്ട് പറയിപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വീണ്ടും നമുക്ക് കേൾക്കാം. നാളെ ഇതിൻ്റെ ബാക്കിയായി ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നെ കേൾക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കാണാം. ദൈവം നമ്മെ ഈ വചനത്തെ കാണാമായി അനുഗ്രഹിക്കട്ടെ.